ഇറാനെതിരെ അമേരിക്ക നടത്തിയ ആക്രമണവും ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തിയ പ്രത്യാക്രമണവും പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന നീക്കങ്ങളെല്ലാം പ്രതിസന്ധിയിലായി. കുവൈത്തിലെയും ബഹ്റൈനിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തി. ഇറാന്റെ മിസൈലുകൾ വെടിവെച്ചിട്ടതായും സ്വയം പ്രതിരോധത്തിനായി ഇറാന്റെ ഖ്വശം ദ്വീപ് ആക്രമിച്ചതായും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിലെ വിമാനത്താവളങ്ങൾക്ക് നേരെയും ഇറാൻ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. US ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്ത് എത്താൻ ശ്രമിച്ച എണ്ണ ടാങ്കറിന് നേരെ US മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് ഇറാൻ പ്രത്യാക്രമണം ആരംഭിച്ചത്. പിന്നാലെ വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ കുവൈത്ത് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം IRGC ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമിച്ച ശേഷം ഓടുന്ന രീതി ഇനി നടക്കില്ലെന്നും പ്രത്യാക്രമണം നേരിടാൻ തയ്യാറാകണമെന്നും IRGC പറയുന്നുണ്ട്. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു രാജ്യത്തെയും ലക്ഷ്യമിട്ടതായാണ് IRGC അവകാശപ്പെട്ടത്. കുവൈറ്റിനെ നേരിട്ട് പരാമർശിക്കാതെയായിരുന്നു IRGCയുടെ പ്രസ്താവന. ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ US ഉപരോധം തുടരുകയാണ്. ഇതിനിടെ ഉപരോധം മറികടന്ന് ഖാർഗ് ദ്വീപിലേക്ക് പോകാൻ ശ്രമിച്ച ബോട്സ്വാന പതാകയുള്ള MT ലെക്സി എന്ന എണ്ണക്കപ്പലിന് നേരെയാണ് US ആക്രമണമുണ്ടായത്. ഉപരോധം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈന്യം തടഞ്ഞ 7ാമത്തെ കപ്പലാണിതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. US നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടതെന്ന് ഇറാനും വ്യക്തമാക്കുന്നുണ്ട്. പരസ്പരം ആക്രമണം തുടരുമ്പോഴും വെടിനിർത്തൽ നിലവിലുണ്ടെന്നാണ് US-ന്റെ വാദം. ചർച്ചകൾ തുടരുകയാണെന്നും ഡീൽ യാഥാർത്ഥ്യമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ആവർത്തിക്കുകയാണ്. എന്നാൽ US, ഇസ്രായേൽ എന്നിവരുമായുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനെക്കുറിച്ച് ഇറാൻ മധ്യസ്ഥരുമായി ആശയവിനിമയം നിർത്തിവെച്ചതായി ഇറാനിൽ നിന്നുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാൻ US ആക്രമണം പുനരാരംഭിച്ചതും ഇറാൻ വീണ്ടും ഹോർമുസ് അടച്ചേക്കുമെന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് കാരണമാകുന്നത്. വാർത്തയ്ക്ക് പിന്നാലെ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയാണ്. US ക്രൂഡ് വില ബാരലിന് 1.15% ഉയർന്നാണ് നിലവിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇത് $94.84 നിലവിൽ വ്യാപാരം നടക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് വില 1% ഉയർന്ന് $96.96 വ്യാപാരം നടക്കുന്നത്.